അപ്പോൾ എല്ലാവർക്കും മമ്മി ആൻഡ് മീയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നു. ഇന്ന് ഏതാ മമ്മി നമ്മളുടെ കറി? ഇന്ന് നമ്മൾ സ്രാവ് വറുത്തരച്ച് വയ്ക്കുന്നു. ഇത് സ്രാവ്, 1/2 കിലോ സ്രാവ്. സ്രാവിലേക്ക് ഉള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം ചതച്ചത്. പിന്നെ ഇതിലേക്ക് വറുത്തരയ്ക്കാൻ ഉള്ള തേങ്ങ ഒരു അരമുറി ഇല്ല തേങ്ങ, അത്രയും തേങ്ങ. ഇത് മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ. നമ്മുടെ എരിവ് അനുസരിച്ച് ഇടാം കേട്ടോ. പുളി കറിയാണല്ലേ? കൊടപ്പുളി. കൊടപ്പുളി മമ്മി വെള്ളത്തിലിട്ട് വെച്ചേക്കാം. വെച്ചേക്കുന്നു. ശരി, ഞാനൊരു 3 ചുള പുളി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഞാനിത് വറുത്ത് ഇതെല്ലാം കൂടി വറുത്തെടുത്തിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവന്നിട്ട് കറി ചെയ്യണ വിധം, പാചകം ചെയ്യണ വിധം കാണിക്കാം. ശരി മമ്മി. അപ്പൊ നമ്മള് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മളെല്ലാം അരച്ചൊക്കെ വെച്ചു, വറുത്തരച്ച് വെച്ചു. ശരി. തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി അതിൻ്റെ പാകത്തിനൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. ശരി. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നാടൻ കറി ആയതുകൊണ്ട് ഇനി നമ്മൾ ഉലുവ ഇടയാണ്. 2 മണി മതി ഒരു മണത്തിന്. ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചതിൽ സബോള അരിഞ്ഞ് വെച്ച് ഇട്ടുണ്ടായിരുന്നില്ല, അതിപ്പോൾ അരിഞ്ഞ് വെച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് അവിടെ ഇരിക്കട്ടെ. മുളക് ലാസ്റ്റ്, വേപ്പില, സബോള. ഉലുവയുടെ സ്മെല്ല്. ഇത് വെളിച്ചെണ്ണ കൂടി ഒഴിക്കട്ടെ. എല്ലാവർക്കും വെളിച്ചെണ്ണ അധികം ഒഴിക്കുന്നത് ഇഷ്ടമല്ല, എന്നാലും ഈ വെളിച്ചെണ്ണയ്ക്ക് അങ്ങനെ പണ്ടത്തെ വെളിച്ചെണ്ണയുടെ മണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആട്ടണ സ്ഥലത്ത് പോയി മേടിക്കണം. നമ്മളിനി ഇതിടണം, അരപ്പിടണം. ശരി. ഇനി ഇതൊന്ന് വഴന്നു വന്നോട്ടെ. ഒഴിക്കണതൊന്ന് വാടട്ടെ. വാടിയിട്ട് പുളിവെള്ളം ഒഴിക്കാം. ഇതെല്ലാം ഒഴിച്ചിട്ട് പെട്ടെന്ന് കഴിയും. എല്ലാം റെഡിയാക്കി വെച്ചാൽ സ്രാവ് കറി അങ്ങനെ ഒന്ന് വാടി പുളിവെള്ളം ഇടാം. ആദ്യം നല്ല തീയിടാം. കുടപ്പുളി ഇട്ടു അല്ലേ? ഇനി തിളയ്ക്കണമായിരിക്കും. ഇത് മിക്സിയൊക്കെ കഴുകി ഒഴിച്ചല്ലേ? മിക്സിയൊക്കെ. ഇത് ഉപ്പിടുന്ന സന്തോഷം. ഉപ്പിടുന്നത് ഉപ്പിടണം. തിരി കൂടി ഇടാം. മമ്മി ഉണ്ടാക്കിയ കയ്യിൽ കൊണ്ടുള്ള ഉപ്പിടല്. അപ്പൊ ഇതിൽ കിടന്ന കയ്യിലെടുത്ത് ഞാൻ ദൂരം എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് മമ്മി ഇത് കസ്റ്റം ചെയ്ത് ഈ കയ്യിലിന്റെ ആയിരുന്നില്ല, ഇതിന് മമ്മി ഉണ്ടാക്കി. അത് നന്നായി. ഇനി ഇതങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം. തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യും. അപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ. വെട്ടി തിളച്ചു. ഇനി നമ്മുടെ സ്രാവ് ഇടാം. ഈ ദിവസം തെരണ്ടി വാങ്ങിച്ചു വയ്ക്കും. അതും ഇങ്ങനെ തന്നെയാണ്. തെരണ്ടിയാണെന്ന് മാത്രം, കറി ഇത് തന്നെ. സിൻസി കഴിക്കുന്നത് എന്താ മമ്മി, ഇറച്ചിയാണ് മുറിച്ച് വെച്ചേക്കണേന്ന്. ഇത് സ്രാവ് ഇങ്ങനെയാണ്. ഇത് കട്ട് ചെയ്ത് തന്നതാണ് അവർ. എനിക്ക് ക്ലീൻ ചെയ്യാൻ ഇപ്പം തീരെ വയ്യ, അല്ലെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്തെടുക്കും. ഇപ്പം നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. മീനും മുളകും ഒരേപോലെ വെന്താൽ മതി. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ശരി. ഓക്കെ. എല്ലാം നല്ല പെർഫെക്റ്റ്. നമുക്ക് ഇത്രയും കറി വേണം. നമുക്ക് രാത്രി ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഈ മീൻ കറി കൂട്ടി കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ അതിന് ഈ ചാറിരുന്നു. പരിപാടി ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. ഒരു കൈക്ക്. ഉള്ളി കാച്ചി ഒഴിക്കുന്നില്ല, ഉള്ളി നിന്ന് നന്നാക്കാൻ മടി. അല്ലെങ്കിൽ ഉള്ളി കാച്ചി ഒഴിക്കാം. നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ കാച്ചിയതാണ്. അപ്പോൾ അതെ
പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്. വെളിച്ചെണ്ണ ഒഴിച്ചു ഈ ഓഫാക്കി അടച്ച് വെക്കണം. ആ ഫിനിഷ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സ്രാവ് കിട്ടിയാലും തെരണ്ട് കിട്ടിയാലും ഇതേപോലെ കറി വയ്ക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. തുറന്ന് കാണിച്ചു തരുമോ? ഇതിപ്പോൾ മൂടി. ആ ഓക്കെ ശരി.